മറൈൻ ഡ്രൈവിലേക്കൊരു മടക്കയാത്ര. കഥ എഴുതിയത് മോഹൻദാസ് വടക്കുംപുറം. ശബ്ദം ജയശ്രീ രാജേഷ്. മുംബൈയിലെ തിരക്കുള്ള മറൈൻ ഡ്രൈവിലും ഫാഷൻ സ്ട്രീറ്റിലും ഒരു കാലത്ത് കൈകൾ കോർത്ത് നടന്നവരാണ് മാധവൻ നായരും ലീലയും. മാധവൻ നായർ അവിടുത്തെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായും ലീല ഒരു സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായും ജോലി ചെയ്തിരുന്നു. നഗരം അന്ന് അവർക്ക് വലിയ സ്വപ്നങ്ങൾ നൽകി. പക്ഷേ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം സമ്പാദ്യമെല്ലാം മക്കളുടെ പഠനത്തിനും കല്യാണത്തിനുമായി ചെലവാക്കി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ വാർദ്ധക്യം ഇത്ര കഠിനമാകുമെന്ന് അവർ കരുതിയില്ല. പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിച്ചുകൊണ്ട് അവർ കരുതി വെച്ച ഓരോ രൂപയും മക്കളുടെ ഭാവിക്ക് വേണ്ടിയായിരുന്നു. മകൻ പ്രകാശിന്റെ ഉപരിപഠനത്തിനായി ബാങ്കിൽ നിന്ന് വലിയൊരു തുക വായ്പ എടുക്കേണ്ടി വന്നു. മകൾ രശ്മിയുടെ വിവാഹം ആർഭാടമായി നടത്തി. അതിനായി വർഷങ്ങളോളം ചിട്ടി ചേർന്ന് സ്വരൂപിച്ചും ഓവർ ടൈം ജോലി ചെയ്തും സമാഹരിച്ച പണം മുഴുവനും അവർ ചെലവാക്കി. അവിടെ തന്നെ സ്വന്തമായി ഒരു ഫ്ലാറ്റ് വാങ്ങാൻ സാധിക്കുമായിരുന്നിട്ടും വിരമിച്ചാൽ നാട്ടിലെ തറവാട് വീട് പുതുക്കി പണിത് അവിടെ താമസിക്കണമെന്ന മോഹം അവരെ അതിന് അനുവദിച്ചില്ല. വിദേശത്ത് ജോലി കിട്ടിയ പ്രകാശ് വായ്പ തിരിച്ചടയ്ക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കളെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, തനിക്കൊരു വീട് വാങ്ങാൻ മാധവൻ നായരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ കൂടി ആവശ്യപ്പെട്ടു. അച്ഛനും അമ്മയ്ക്കും പെൻഷൻ കിട്ടുമല്ലോ, മാത്രമല്ല നാട്ടിൽ വയസ്സുകാലത്ത് ജീവിക്കാൻ ഇനി എന്തിനാ ഇത്രയും പണം എന്ന മകന്റെ ചോദ്യം മാധവൻ നായരുടെ ഹൃദയത്തിൽ തറച്ചു. രശ്മിയാകട്ടെ മാതാപിതാക്കളുടെ രോഗവിവരങ്ങൾ വെറും വാർദ്ധക്യ സഹജമായ പരാതികൾ മാത്രമായി കണ്ടു. നാട്ടിലെ പഴയ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ഉണ്ടായിരുന്ന സമ്പാദ്യത്തിന്റെ നല്ലൊരു തുക ചെലവായി. പ്രതീക്ഷിച്ചതിലും അധികമാണ് നാട്ടിലെ ജീവിത ചെലവുകളെന്ന് അവർ വൈകിയ വേളയിലാണ് തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീലയെ മറവി രോഗം ബാധിച്ചത്. പ്രശ്നങ്ങൾ കൂടുതലായപ്പോൾ അവരെ നോക്കാൻ ഒരാൾ കൂടിയേ കഴിയൂ എന്ന അവസ്ഥയായി. സ്ഥിരമായി നിൽക്കാൻ ആൾക്കാരെ കിട്ടാതെ വന്നു. ആരെയെങ്കിലും കിട്ടിയാലും അവർക്ക് ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ലീലയുടെ പരിചരണം മാധവൻ നായർ സ്വയം ഏറ്റെടുത്തു. മക്കളെ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങൾക്കിവിടെ തിരക്കാണ്, വരാൻ അസൗകര്യമാണ് എന്ന മറുപടി കൂടി വന്നതോടെ അവർ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. കാലങ്ങൾ കടന്നുപോയി. ഓർമ്മകൾ പകരുന്ന അവരുടെ വീടിന്റെ ഉമ്മറത്ത് ഇപ്പോൾ നിശബ്ദത മാത്രം. ലീലയ്ക്കിപ്പോൾ ഒന്നും ഓർമ്മയില്ല. രോഗം അവരുടെ തലച്ചോറിൽ നിന്ന് മാധവൻ നായരെയും മുംബൈയെയും എന്തിന് സ്വന്തം പേരിനെ പോലും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ചിലപ്പോൾ അവർ ചോദിക്കും, നമുക്ക് മറൈൻ ഡ്രൈവിൽ പോകണ്ടേ മാധവേട്ടാ? അപ്പോൾ അയാൾ ഒരു മങ്ങിയ ചിരിയോടെ അവരുടെ കൈകൾ തൻ്റെ കൈകളോട് ചേർത്ത് പിടിക്കും. അയാളുടെ വിറയ്ക്കുന്ന കൈകൾക്ക് ഇപ്പോൾ ലീലയുടെ ഭാരം താങ്ങാൻ വയ്യാതായിരിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. കുറച്ചു മാസങ്ങളായി ഒരു പുതിയ അതിഥി എത്തിയിട്ട് നെഞ്ചു കീറുന്ന പോലെയുള്ള കഠിനമായ ചുമ. ആദ്യം ലഘുവായി കരുതിയെങ്കിലും ഇടയ്ക്ക് വായ പൊത്തി ചുമയ്ക്കുമ്പോൾ കൈപ്പത്തിയിൽ രക്തത്തിന്റെ കണങ്ങൾ കണ്ടു തുടങ്ങി. ഡോക്ടറെ കാണണമെന്നുണ്ട്. പക്ഷേ കയ്യിൽ ആകെയുള്ളത് ആ മാസത്തെ ചെലവിനുള്ള പൈസ മാത്രം. അടുത്ത മാസം പെൻഷൻ കിട്ടിയപ്പോൾ അയാൾ ഡോക്ടറെ കണ്ടു. രക്തം പരിശോധിച്ചതിൻ്റെയും സ്കാനിങ്ങിൻ്റെയും റിപ്പോർട്ടുകൾ നോക്കിയ ഡോക്ടർ ക്യാൻസർ ശരീരത്തിൽ പിടിമുറുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നും എത്രയും പെട്ടെന്ന് ഒരു ക്യാൻസർ വിദഗ്ധനെ കാണാനും നിർദ്ദേശിച്ചു. ആരും കൂട്ടിനില്ല. മക്കൾ അവരുടെ ജീവിത തിരക്കുകളിലാണ്. അവരോടെന്നല്ല ആരോടും സഹായം ചോദിക്കാൻ ആ വൃദ്ധന്റെ അഭിമാനം അനുവദിച്ചില്ല. ജീവിത പ്രാരാബ്ദങ്ങൾ മാധവൻ നായരെ അലട്ടിക്കൊണ്ടിരുന്നു. വാഷ് ബേസിനിലെ കണ്ണാടിയിൽ തെളിഞ്ഞ രൂപം തൻ്റേത് തന്നെയാണോ എന്ന് അയാൾ ഒരു നിമിഷം സംശയിച്ചു. കവിളുകൾ ഒട്ടി, കണ്ണുകൾ കുഴിയിലേക്ക് താഴ്ന്നുപോയി ഒരു അസ്ഥിപഞ്ജരമായി മാറിയിരിക്കുന്നു. ലീലയെ കുളിമുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും മാധവൻ നായരുടെ കാലുകൾ ഇടറി. മുമ്പ് അനായാസം എടുത്തുയർത്തിയിരുന്ന അവരുടെ ശരീരം ഇപ്പോൾ അയാൾക്ക് ഒരു വലിയ മല പോലെ അമിത ഭാരമുള്ളതായി തോന്നി. ശ്വാസം കിട്ടാതെ ചുവരിലേക്ക് ചാരി നിൽക്കുമ്പോൾ ഉള്ളിൽ നിന്നും ഉയർന്നു വരുന്ന ചുമയെ അമർത്താൻ അയാൾ പാടുപെട്ടു. വിശപ്പ് പണ്ടേ വിട്ടുപോയിരുന്ന അയാളിൽ
ലീലയ്ക്കായി കഞ്ഞി വയ്ക്കുമ്പോഴുള്ള ആ ഗന്ധം പോലും ഓക്കാനമുണ്ടാക്കി. കഞ്ഞി വിളമ്പുന്ന തവി കയ്യിലിരിക്കുമ്പോൾ അകാരണമായി കൈകൾ വിറച്ചു. ഒരു മഴയുള്ള രാത്രി. അസഹനീയമായ ചുമ അയാളെ ശ്വാസം മുട്ടിച്ചു. ശ്വാസം കിട്ടാതെ എഴുന്നേറ്റിരിക്കുമ്പോൾ മരണത്തിന്റെ തണുപ്പ് തൻ്റെ ശ്വാസകോശത്തിലേക്ക് പടരുന്നത് ആ വൃദ്ധൻ അറിഞ്ഞു. ഓരോ ശ്വാസവും വലിയൊരു പോരാട്ടമായി മാറി. സ്വന്തം ശരീരം തന്നിൽ നിന്ന് വിട്ടുപോകാൻ വെമ്പുന്നത് പോലെ അയാൾക്ക് തോന്നി. താൻ പോയാൽ ലീലയ്ക്ക് ഈ ലോകത്ത് ആരുമില്ല, അവളെ ആരു നോക്കുമെന്ന ഭയം ആ വേദനയേക്കാൾ അധികമായിരുന്നു. അവൾ അനാഥാലയത്തിലെ ഇരുട്ടിൽ ആരെയും തിരിച്ചറിയാതെ കിടക്കേണ്ടി വരുമോ? ആ ചിന്ത ആ വയോധികനെ തളർത്തി. വേദനകൾ ഉറക്കം കെടുത്തിയ ആ രാത്രിയിൽ അയാൾ ചിലതൊക്കെ മനസ്സിൽ തീരുമാനിച്ചു. പിറ്റേ ദിവസം പകൽ പറമ്പിലെ മഞ്ഞരളിയിൽ നിന്നും ശേഖരിച്ച കായകൾ വിറയ്ക്കുന്ന കൈകളെ മുറുകെ പിടിച്ചുകൊണ്ട് മാധവൻ നായർ അരച്ചു. തിരക്കുകളിൽ നിന്ന് ശാന്തമായ മരണത്തിലേക്ക് അവളെയും കൂടെ കൂട്ടണമെന്ന ഗതികേടുകൊണ്ടുള്ള നിശ്ചയദാർഢ്യം അയാളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. ആ വൃദ്ധൻ അന്ന് രാത്രി ബാക്കിയുണ്ടായിരുന്ന കഞ്ഞിയിൽ അരച്ചുവെച്ച വിഷം ചേർത്തു. വർഷങ്ങളായി ഒപ്പം നടന്നവൾക്ക് അവസാനമായി തൻ്റെ കൈകൊണ്ട് ആ കഞ്ഞി വിളമ്പി. പ്രിയപ്പെട്ടവൾക്ക് നൽകുന്ന അവസാനത്തെ അത്താഴമാണല്ലോ ഇതെന്ന ഓർമ്മയിൽ അയാളുടെ കാഴ്ച മങ്ങി. ലീലേ, ഇത് കുടിക്ക്, നമുക്ക് മുംബൈയിലേക്ക് പോകാം, ട്രെയിൻ വരാറായി. ലീലയുടെ പ്രിയപ്പെട്ടവൻ മെല്ലെ പറഞ്ഞു. തൻ്റെ ലോകമായിരുന്ന ഭർത്താവിനെ ഒരു അപരിചിതനെ എന്ന വണ്ണം ലീല നോക്കി. ആ നോട്ടം മാധവൻ നായരെ ക്യാൻസറിനേക്കാൾ വേദനിപ്പിച്ചു. ഒന്നും മനസ്സിലാകാതെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവർ ആ കഞ്ഞി കുടിച്ചു തീർത്തു. ബാക്കിയുണ്ടായിരുന്നത് ആ പാവം മനുഷ്യൻ നിസ്സംഗനായി അകത്താക്കി. വിഷം ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങിയതിനാൽ രണ്ടുപേർക്കും കടുത്ത ഛർദിയും ശാരീരിക അസ്വസ്ഥതകളും തുടങ്ങി. ആ വേദനയുടെ മയക്കത്തിൽ മാധവൻ നായരുടെ തോളിലേക്ക് ചായുമ്പോഴും ലീല മന്ത്രിച്ചുകൊണ്ടിരുന്നു. പൻവേലെത്താറായോ മാധവേട്ടാ? ആയി ലീലേ, നമ്മൾ ഇതാ എത്തിക്കഴിഞ്ഞു. പുറത്ത് കനത്ത മഴ പെയ്യുകയായിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ആ വീടിൻ്റെ ജനാലകൾക്കപ്പുറം ലോകം പതിവ് പോലെ ചലിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ദാരിദ്ര്യത്തോടും രോഗത്തോടും മല്ലിട്ട് മടുത്ത രണ്ട് ആത്മാക്കൾ ഭാരമില്ലാത്ത വേദനകളില്ലാത്ത അവരുടെ പഴയ മറൈൻ ഡ്രൈവിലേക്ക്, പൂനിലാവും കടൽക്കാറ്റുമുള്ള ആ സുന്ദരമായ തീരത്തേക്ക് എന്നേക്കുമായി യാത്ര പോയിരുന്നു.